അങ്ങനെ ആലിയുടെ വിശേഷമായിട്ടൊന്ന് വന്നല്ലേ? ആണ്. ആലിയെ കുറിച്ച് 2 വാക്ക്. ഈ വരുന്ന ഓഗസ്റ്റ് 14 ആലി റിലീസ് ആവുന്നത്. അതിൽ നല്ലൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 ഭാഷയിലായിട്ടാണ് ഈ ഫിലിം റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ് ഒരു ടച്ചിലുള്ള ഒരു പടം തന്നെയാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ബോധ്യമുണ്ട്. 8 പാട്ടുകളുണ്ട് ഇതിൽ. നല്ല രസമുള്ള സോങ്സാണ്. പിന്നെ ഇത് കുറേ ഭാഗം ഇതിൻ്റെ അബുദാബിലും കൂടിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രവാസികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ്. അത് കുറേ ചിരിക്കാനുള്ളതുണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലറുണ്ട്. ഒരു ഫാമിലി കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓണം റിലീസ് അല്ലേ? ഹാപ്പി ഓണം എല്ലാവർക്കും. താങ്ക് യു സാറേ. നമസ്കാരം. നമസ്കാരം. അങ്ങനെ പുതിയ ഫിലിം ആലി. അതെ അതെ അതെ. ആലിയുടെ വിശേഷങ്ങളായിട്ട് സാറൊന്ന്. അതെ, ആലി ഈ ഓണക്കാലത്ത് ഇറങ്ങുന്ന ഒരു കുടുംബചിത്രമാണ്. ശരിക്കും ഓണത്തിന് നാടൻ വിഭവങ്ങൾ കഴിക്കുന്ന ഒരു ആസ്വാദനത്തോടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ആലി. ആലി ഇതിലെ നായികയാണ്. നായികയുടെ അച്ഛൻ്റെ വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്തൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവരും എൻ്റെ വേഷവും അതോടൊപ്പം ഈ സിനിമയും ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സാറിന് ഓർമ്മ വരുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന സിനിമ ഉണ്ട്. ഏതാ എല്ലാവരും പറയാറ്? വേനൽക്കിന വെള്ളം, യാത്രാമൊഴി. അതുപോലെ നല്ലൊരു. അതെ 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 അതെ. അല്ല, അത് ശിവാജി ഗണേശൻ എന്ന ഒരു അതുല്യ പ്രതിഭയോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് ജീവിതത്തിൽ ഒരു നായികല്ല. നായികല്ല. അതൊന്നും ഒരിക്കലും ഇനി നമുക്ക് സാറിന്റെ പേര് എപ്പോൾ പറയുകയാണെങ്കിലും ആളുകൾ ഫസ്റ്റ് ആ സിനിമ പറയും. അതെ അതെ അതെ. അല്ല, അങ്ങനെ കുറച്ച് പടങ്ങൾ ആ സമയങ്ങളിൽ ചെയ്യാൻ സാധിച്ചത് തീർച്ചയായും തീർച്ചയായും. പിന്നെ അതെ അതെ, കാർഷിക വൃത്തിയിലും നമ്മളെല്ലാവരെയും സജീവമായിട്ട് നിൽക്കുന്നതിൻ്റെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ്. കാരണം പാവം പിടിച്ചവരാണല്ലോ കർഷകർ. അവർക്ക് വേണ്ടി ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തണം. അതിനുള്ളൊരു പാഷൻ തന്നെ വേണം. തീർച്ചയായിട്ടും. അങ്ങനെ അതൊരു എന്താ പറയുക, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ശത്രുക്കളും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസാക്ഷ്യപരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ. ആദ്യം ഒരു ലേഡി ഡയറക്ടറാണ്. അതെ അതെ അതെ. കൃഷ്ണപ്രിയ പ്രിയദർശൻ എന്നാണ് പേര്. അവർ കഥാതിരക്ക സംഭാഷണം ഒക്കെ എഴുതി ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഒരു നായിക പ്രാധാന്യം ചെയ്തതും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആൾക്കാർ വരണം സിനിമ ഇൻഡസ്ട്രി. ഈ ഓഗസ്റ്റ് 14 അതെ അതെ. വലിയ വമ്പൻ പടങ്ങളുടെ ഇടയിലാണ്. അപ്പം അത് ഞെരുങ്ങിപ്പോകാതെ അതിനെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആസ്വാദനത്തിന് നിങ്ങൾ ഈ പടം കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നല്ലൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. ഓണാശംസ. എല്ലാവർക്കും ഓണാശംസ. താങ്ക് യു സാറേ. നമസ്കാരം. നമസ്കാരം. അന്ന് ബിഗ് ബോസിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. സിനിമാ വിശേഷങ്ങളെ കുറിച്ചൊന്ന് പറയാം സാറേ. തീർച്ചയായിട്ടും. ഹേറ്റേഴ്സ് അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം ഞാൻ ആർക്കും ദ്രോഹം ഉണ്ടാകുന്ന ഒന്നും പറയാറില്ല, പ്രവർത്തിക്കാറില്ല, ചെയ്യാറില്ല. പിന്നെ എനിക്ക് എതിരെ ഉണ്ടാകുന്ന ഒരു പിടി എന്ന് പറയുന്നത് അസൂയാലുക്കളാണ്. മലയാളികളല്ലേ നമ്മൾ. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച, നമ്മുടെ കൂടെ ഉള്ള കുറച്ച് പേർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ താഴത്തെ തട്ടിലുള്ള ഒരാൾ കയറി വരുന്നു എന്ന് കാണുമ്പം സ്വാഭാവികമായി കൂടെയുള്ള ചിലർ കുറേ അസഹിഷ്ണുതപ്പെടും. ഇപ്പോൾ വലിയ നിലയിലുള്ളവർക്ക് കയറി വരാം, കുഴപ്പമില്ല. ഏറ്റവും താഴത്തെ തട്ടിലുള്ളവർക്കും വലിയ പ്രോബ്ലം ഇല്ല. കാരണം എല്ലാം അനുഭവിച്ചും കഷ്ടതകളും മനസ്സിലാക്കി വരിക. പക്ഷേ ഈ മിഡിൽ ക്ലാസ്സാണ് എപ്പോഴും ഒരുപാട് ശ്വാസം മുട്ടുന്നത്. മിഡിൽ ക്ലാസ്സിൽ ഒരാൾ വളർന്ന് കയറി വരുമ്പോൾ മെജോറിറ്റി മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കൂടെയുള്ള കുറേ പേർക്ക് പലപ്പോഴും എങ്ങനെയെങ്കിലും താറടിച്ചാൽ ഒരു സംതൃപ്തി കിട്ടും എന്നർത്ഥം. ഇപ്പോൾ നിങ്ങളുടെ തന്നെ യൂട്യൂബ്, നിങ്ങളങ്ങോട്ട് വളരെ കഷ്ടപ്പെട്ട് മാട് പോലെ പണിയെടുത്ത് ഒന്ന് കയറി വരാൻ തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ പേര് എങ്ങനെയെങ്കിലും ഇതൊന്ന് തകർത്ത് കിട്ടുക. അങ്ങനെ ഒരു പിടി പേര് അതെക്കാലവും ഈ ഭൂമിയിലുള്ളതാണ്. അതുകൊണ്ട് ബിഗ് ബോസ് എന്നല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ
ഞാൻ ഹെയ്റ്റേഴ്സ് ഉണ്ടാക്കാതെ പോകുന്ന ആളാണ്. പക്ഷേ നമുക്ക് എല്ലാവരെയും കൊണ്ട് എപ്പോഴും നല്ലത് പറയിപ്പിക്കണം കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് നല്ലത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഞാൻ എന്ത് പ്രവർത്തിച്ചാലും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജനങ്ങൾക്കും രാജ്യത്തിനും ഗുണമുണ്ടാകുന്നത് മാത്രമേ പറയാറുള്ളൂ. രാജ്യദ്രോഹ പരിപാടിയോ ഒരു കുട്ടിക്ക് പോലും ഒരു വ്യക്തിക്ക് പോലും ദോഷമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും പറയാറില്ല. പിന്നെ ഉള്ളത് എൻ്റെ ബയോളജി എനിക്ക് നന്നായിട്ടറിയാം, ജനറ്റിക്സ്, ജനിതകശാസ്ത്രം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ ബയോളജി അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ബയോളജി പറയുമ്പം ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. അപ്പോൾ അടുത്ത തലമുറ നമുക്ക് നല്ല കുട്ടിയായി നല്ല വ്യക്തികളായി ജനിക്കണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നല്ല ജീനുകളും നല്ല DNA-കളും സ്പേമിലൂടെയും ഓവത്തിലൂടെയും ബീജാണ്ടങ്ങളിലൂടെ കൊടുത്താൽ മാത്രമേ ആ വ്യക്തികൾക്ക് ഏറ്റവും നല്ല കുട്ടികളെ അടുത്ത തലമുറയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. അപ്പം വ്യക്തികൾ തന്നെ അധപ്പതിച്ചതിന് ശേഷം മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് തോന്നിവാസിയായി നടന്ന് അനാവശ്യങ്ങളും പറഞ്ഞ് ഒരു തിരിച്ചറിവോ കഴിവോ ഒന്നും വർദ്ധിപ്പിക്കാതെ വേണ്ടാത്ത മോശപ്പെട്ട ജീനുകളെ എല്ലാം ഉണർത്തിയിട്ട് അത് ആണ് മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ ജനിക്കുന്ന മക്കളിൽ കിട്ടുന്ന ആദ്യത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ കുട്ടി വാഴിപ്പോയാൽ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ കുട്ടി മാട് പോലെ പണിയെടുക്കേണ്ടി വരും. ഈ സത്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് കുറച്ച് പേർ എന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കുറ്റം പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്കെതിരെ പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എടുക്കാറുമുണ്ട്. ഇപ്പം ഞാൻ സിനിമയിലേക്ക് വന്നിരിക്കുന്നു. നിയോഗമായിട്ട് വന്നതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ 54 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ് നല്ലൊരു ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത്. ഇപ്പം പിന്നെ എൻ്റെ തൊഴിലാണ്. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ കുടുംബത്തിനു വേണ്ടിയൊന്നുമല്ല. ഞാൻ ജീവിക്കുന്നത് സമൂഹത്തിനും വൃദ്ധസദനങ്ങൾക്കും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾക്കും പാവപ്പെട്ട പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്കുള്ള പഠനോപകരണം, അങ്ങനെ ഒരു പിരിവില്ലാതെ ഞാൻ പണി ചെയ്ത് കിട്ടുന്ന ഒരു സമ്പത്തിൻ്റെ നല്ലൊരു വീതവും ചാരിറ്റി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളാണ്. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് ഭയങ്കര ഒന്നുമില്ല, 320 രൂപ മാത്രമുള്ള നിസ്സാര വിലയ്ക്കുള്ള സാധനങ്ങളാണ്. കളർഫുൾ, നമ്മൾ കളറിൻ്റെ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ മേക്കപ്പും കളറും ഒക്കെ ഇടും. പക്ഷേ അത് നമ്മുടെ ആ ഷോ അത് ഭംഗിയാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്ത് വർക്ക് ഏൽപ്പിച്ചാലും അത് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്തു വന്നപ്പോൾ ബിഗ് ബോസിന് ശേഷം ലാലേട്ടൻ എനിക്ക് അടുത്ത 2 പടത്തിൽ തരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തോ ഇതുവരേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ 36ഓളം പടം കഴിഞ്ഞു. ഏകദേശം 24-25 പടം എൻ്റെത് റിലീസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ഈ ഓണത്തിന് റിലീസാവുന്ന ആലി. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ 4 പടത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. ഈ സിനിമയിൽ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. കാരണം എൻ്റെ കൂടെ പെർഫോം ചെയ്ത പല സിനിമകളിലും എന്നോടൊപ്പം ചെയ്ത 32ഓളം ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്ത് കൃഷ്ണ പ്രിയദർശൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററിനും കൊടുത്തത്. അപ്പോൾ അവരെല്ലാം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പേയ്മെൻറ്റ് സഹിതം വാങ്ങിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ആദ്യത്തെ പടമാണ് ആലി. ആലി എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായ ഒരു ഫാമിലി റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറാണ്. അപ്പോൾ ഒത്തിരി ട്വിസ്റ്റുകളും അതിനേക്കാളെല്ലാം ഉപരി നല്ല ഒരു 8 പാട്ടുകളുണ്ട്. പിന്നെ ഒരു റീജിയണൽ ഹാർമണിയും റിലീജിയസ് ഹാർമണിയും എല്ലാം ഇതിനകത്തുണ്ട്. കാരണം ഇത് 2 സംസ്ഥാനങ്ങൾ, തമിഴ്നാടും കേരളവും അതുപോലെ തന്നെ മറ്റൊരു രാജ്യമായ UAE, അവിടെ ഈ 3 സ്ഥലങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ 2 ഭാഷകളിലാണ് മെയിനായിട്ട് ഇറക്കുന്നത്. തമിഴിലും മലയാളത്തിലും ഒരേ സമയം ഓഗസ്റ്റ് 14-ന് റിലീസാവുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു റൊമാൻറ്റിക് ആ സംഭവം ഞാൻ പറഞ്ഞ റിലീജിയസ് ഹാർമണിയുടെ മറ്റൊരു തലമാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആ പേര് ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആലി വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈറ്റിലാണ്. പ്യുവർ റൊമാൻസ്. അത് ഫാമിലികളിലൂടെ പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കോമഡികളുണ്ട്, അതിൻ്റെ റിയൽ മെസ്സേജുകളുണ്ട്, അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയായി തന്നെ വന്ന് കാണുന്നവർക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകാത്ത, എന്നാൽ ഫാമിലിയിൽ അറിയേണ്ട ഒരുപാട് ഇൻസിഡൻസുകൾ കോർത്തിണക്കിക്കൊണ്ട് കൃഷ്ണ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടമാണ്. കൃഷ്ണ പ്രിയദർശൻ്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ പടം ശ്രീലങ്കൻ സുന്ദരി അബുദാബി എന്ന് പറയുന്ന അനൂപ് മേനോൻ സാറിൻ്റെ പടമായിരുന്നു. ഇപ്പം ആലി വരുന്നുണ്ട്. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് വന്ന്, ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള നല്ലൊരു പടം. പിന്നെ ഓണം ആയതുകൊണ്ട് ഒരുപാട് വലിയ ബഡ്ജറ്റും വലിയ പടങ്ങളും ഒക്കെ വരും. പക്ഷേ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഞങ്ങളെല്ലാം ഗംഭീരമായി തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഒരു പടമാണ്. അതുകൊണ്ട് മലയാളി സഹോദരങ്ങൾ
ഈ പടം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എന്നെ സ്നേഹിക്കുന്ന ഏകദേശം കോടിക്കണക്കിന് മലയാളികൾ, ലോക മലയാളികൾ ഉണ്ട്. അതുകൊണ്ട് ഞാനതിൽ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അതിനകത്തൊരു സത്യവും ഒരു നല്ലൊരു മെസ്സേജും ഉണ്ടാകും. ഒരിക്കലും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പൊള്ളയായ വാക്കുകളോ വാഗ്ദാനങ്ങളോ ഞാൻ പറയാറില്ല. പറയുന്നത് ഞാൻ ചെയ്യാൻ കഴിയുന്നത് പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു, കിങ് മേക്കർ ആകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ വാക്ക് ഞാൻ വളരാൻ മാക്സിമം പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ എന്നോടൊപ്പം ഉള്ള പലരെയും കൈപിടിച്ചുയർത്താൻ എനിക്ക് കഴിഞ്ഞ ഒരു പടമാണ് ആലി എന്ന് പറയുന്ന പടം. നല്ല പേയ്മെൻറ്റും അവർക്കെല്ലാം മേടിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡയറക്ടറിന് അറിയാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും ഹെൽപ്പ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് കയറി വരുമ്പോൾ നമ്മുടെ നാട് ഉണരും, നാട് ഉയരും, രാജ്യം ഉയരും, നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഉയരും. അതുകൊണ്ട് സ്വാർത്ഥനല്ല, ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയുള്ള ആളല്ല ഞാൻ. ഒരു നിസ്വാർത്ഥതയോടുകൂടി എൻ്റെ കൂടെ ഉള്ളവരെയും രക്ഷിക്കണം, അവരെയും ഉയർത്തണം, സമൂഹത്തിന് കുറേ നല്ല മെസ്സേജുകൾ കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ. പീഡനവും ചതിയും വഞ്ചിക്കലുകളും തേപ്പും അതൊക്കെ ഒരുപാട് അനുഭവിച്ചു. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പവർ, അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്ന ഏത് പേര് പറഞ്ഞാലും ആ ഒരു ഡിവൈൻ പവർ, അതുപോലെ നന്മ നിറഞ്ഞ 90% ലോക മലയാളികളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദൈവം ഏറ്റവും നല്ല റിസൾട്ടുകൾ തരുമെന്ന വിശ്വാസത്തിൽ ആലി എന്ന സിനിമ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം സമർപ്പിക്കുകയാണ്. കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. താങ്ക് യു.